Praise the Lord. Hallelujah. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടുന്ന് ദാനമായി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട മാസത്തിന്റെ പ്രാരംഭം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ മാസത്തിന്റെ ആദ്യ ദിവസം വളരെ സന്തോഷത്തോടായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ വർഷത്തിന്റെ ഒടുവിലത്തെ മാസം ഈ ഡിസംബർ 1-ാം തീയതി രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ദിവസങ്ങളാക്കി അങ്ങ് ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം നൽകാത്ത സമാധാനം സന്തോഷം അനുഭവിക്കാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. രാത്രി വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. പാടുവാൻ പ്രാർത്ഥിക്കാൻ കൃപ നൽകിയാൽ രാത്രി ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടണമേ. ഉടയോരത്ത് പൗലോസ്ലിഹ ദൈവവചനം വിളിച്ചു പറഞ്ഞപ്പോ പുതിയുടെ ഹൃദയം ദൈവവചനം കേൾക്കുവാൻ തുറന്നതുപോലെ ഇന്ന് രാത്രി ചില ഹൃദയങ്ങൾ തുറക്കപ്പെടണം. ചില പാപികൾ മനം തിരിയണം, രോഗികൾ സൗഖ്യമാകണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം. നിത്യതയെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവരാ ദൈവജനം മാറ്റപ്പെടുവാൻ ഇടയാകണം. ആകാശം മാറിയാൽ ഭൂമി മാറിയാൽ മാറാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പുതുകൃപ പുതുശക്തി പ്രാപിപ്പാൻ ഇടയാകണം. പുത്തൻ അനുഭവത്തിൽ ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങളെ അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാനടിനെ ശക്തീകരിച്ച് ജനത്തെ അവിടുന്ന് ഒരുക്കുകയാണ്. എല്ലാ കൂലികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ജയപ്പെടുത്തുകയാണ്. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കും. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ ഈ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്കിലൂടെ ദൈവവചനം ശ്രവിക്കാനുമായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിശ്ചയമായും ദൈവം എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കും. വചനം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് അമ്മ നിത്യതയെ കുറിച്ചുള്ള നിത്യ ജീവന്റെ മൊഴി നിന്നിലുള്ളത് കൊണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ആമേ. അതേ നശ്വരമാകുന്ന ലോകത്ത്, മായയാകുന്ന ലോകത്ത് അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം ഇന്ന് കാലിന്മേൽ തട്ടാതെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചെങ്കിൽ സൂക്ഷിച്ചെങ്കിൽ അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാത്ത തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം രാത്രി അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അകത്ത് തകർന്നു പോകാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാണല്ലോ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ മാസം ആമേൻ അല്ല കഴിഞ്ഞ ആമേൻ 11 മാസവും ആമേൻ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ ദൈവം ആമേൻ ഈ 12-ാം മാസം ആമേൻ നമ്മെ അത്ഭുതകരമായി നടത്തുവാൻ ശക്തരാ. ഹല്ലേലൂയ. ആമേൻ. 2021 ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമയായി മാറുവാൻ സ്വർഗം എന്നെ സഹായിക്കും, എന്നെ ശക്തീകരിക്കും, എന്നെ ബലപ്പെടുത്തും. എനിക്ക് വേണ്ടി ആമേൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരാഗൃഹത്തിനകത്ത് അകപ്പെട്ട കിടക്കുന്ന പൗലോസും ശീലാസും ആമേൻ അവിടെ കൊണ്ട് തീരത്തില്ല. ആരാധിക്കുന്ന ഞങ്ങളെ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് നയിക്കുന്ന നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അനുഭവത്തിലൂടെ രുചിച്ചറിഞ്ഞ ആമേൻ പൗലോസും ശീലാസും കാരാഗൃഹത്തിന് അകത്ത് കടന്ന് പിറുപിറുത്തില്ല. അവരെ തന്നെ സ്വയം പഴി
മടിച്ചില്ല. പിന്നെയോ പ്രത്യാശയുടെ നിറകുടമാകുന്ന സർവശക്തരായ ദൈവം ഹല്ലേലൂയ അവരുടെ അകത്ത് പകർന്നിരിക്കുന്ന ആത്മനിറവോടെ പാടി അവർ ആരാധിച്ചപ്പോൾ ഹല്ലേലൂയ ആ കാരാഗ്രഹത്തിനകത്ത് നിന്ന് അവർ പുറത്തേക്ക് വന്നു. ഇന്ന് രാത്രി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില മേഖലയ്ക്കകത്ത് നിന്ന് അതേ സഹോദര നീ രക്ഷിക്കപ്പെട്ടതാ, അതേ മാതാവേ നീ സ്നാനം പെട്ടതാ, അതേ കൂടപ്പുറപ്പേ നീ അഭിഷേകമുള്ള ഒരു ദൈവ പൈതലാ. പക്ഷേ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തേക്ക് നയിക്കുവാൻ ശക്തരായവന്റെ ആത്മാവ് ഇന്ന് രാത്രി അവൻ നിങ്ങളോട് കൂടെയുണ്ട്. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ബോധം വരുത്തുന്ന കാര്യസ്ഥനെ നിങ്ങളോട് കൂടെയിരിക്കുവാൻ അയച്ച കർത്താവ് ഇന്ന് രാത്രി പിതാവിന്റെ വലതുഭാഗത്തിൽ നിന്ന് കരയുന്ന നിനക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുമ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആത്മാവ് ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ ഇന്ന് രാത്രി ശക്തീകരിപ്പാൻ, രോഗക്കിടക്കയിലായിരിക്കുന്ന നിന്നെ സൗഖ്യമാക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം അതേ തനിമ നഷ്ടപ്പെടാതെ അവൻ ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്തിരുന്ന് കേൾക്കുവാൻ അതേ അവസരമൊരുക്കിയ ദൈവം ഇന്ന് രാത്രി നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ പോകുകയാ. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ പോകുകയാ. അവൻ നീ അഭിവൃദ്ധി പ്രാപിക്കുവാൻ പോകുകയാ. നീ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അതേ അതേ നാശകരമായി കുഴഞ്ഞ തേച്ചിൽ കടന്ന ഭാഷന്റെ കാലം പിടിച്ചുയർത്തിയ ഓ കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിന്നെ പിടിക്കുവാൻ, നിന്നെ തൊടുവാൻ അതേ ശക്തിയുള്ള കരമാ. ചേർന്ന് പാടി ഓ നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം.
നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സകല നാമത്തിനും മേലായ നാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി ആ നാമം ഹല്ലേലൂയ നമ്മെ ഉയർത്തുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ ശക്തിയുള്ള നാമമാണ്. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കാധാരമായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വേദഭാഗമാണ്. സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ആത്മാവിനാൽ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് എഴുതിയ ആമേൻ ലേഖനം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായിരിക്കുന്നവർക്ക് ബലമായി, ശക്തിയായി, ഹല്ലേലൂയ, സമാധാനമായി, സന്തോഷമായി, ജീവനായി വെളിപ്പെട്ടു വരത്തക്ക വിധത്തിൽ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനം ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ ഈ മീഡിയയിലൂടെ ശുശ്രൂഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളെ, ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം കാതുകളിൽ ഈ മീഡിയയിലൂടെ ഈ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരുവാൻ ദൈവം ശക്തി വിശ്വസിക്കുന്നവർ വായിക്കാം. 2-ാം അധ്യായം 14-15 വാക്യം. വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ നിന്നും നിങ്ങൾ അനിന്യരും പരദേശികളും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ഹല്ലേലൂയ. ആമേൻ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ദൈവ മക്കൾ ഹല്ലേലൂയ ആമേൻ ഈ ഭൂമിയിൽ എപ്രകാരം ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്താൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ആമേൻ അതെ എഴുതി ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ലോകത്ത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവ മക്കൾ എപ്രകാരം ആയിരിക്കണം ജീവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇപ്രകാരമുള്ള ലോക ജനതയുടെ നടുവിൽ ഹല്ലേലൂയ ജീവിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ,
ഇങ്ങനെയുള്ളവരുടെ നടുവിൽ ആമേൻ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് ഇന്ന് രാത്രി ശ്രോതാക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുകയാണ്. ജ്യോതിസുകളെ പോലെ ഇരുളിൽ പ്രകാശിക്കുവാൻ അന്ധകാരത്തിൽ കിടന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ആമേൻ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി വിശുദ്ധ വംശമായി സ്വന്തം ജനമാക്കി തീർത്ത ദൈവത്തിന്റെ ആ നിത്യ സ്നേഹത്തെ അനുഭവിപ്പാൻ രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ അവരിന്ന് രാത്രി മൗനമായിരിക്കാതെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താത്ത നീ ആയിരിക്കുന്ന രാജ്യത്തിൽ, നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന സമൂഹത്തിൽ ആമേൻ ഇരുളടഞ്ഞ് ആമേൻ അതെ ലോകത്തിൽ ഒരു വെളിച്ചമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ആമേൻ സമാധാനമില്ലാത്തവർക്ക് സമാധാനമായി, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷമായി, ആമേൻ സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യമായി, വിടുതലില്ലാത്തവർക്ക് വിടുതലായി നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തരാ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. പിറുപിറുക്കലും ആമേൻ തർക്കവുമില്ലാതെ ആമേൻ അതെ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ സന്തോഷത്തോടെ ചെയ്യുവാൻ ആമേൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ദൈവമക്കളെ പിറുപിറുത്തോണ്ട് ചെയ്യരുതേ. ഹല്ലേലൂയ. ആമേൻ. തർക്കം ആമേൻ ദൈവമക്കളെ നമ്മുടെ ഇടയിൽ പാടില്ല. ഇന്ന് രാത്രി തർക്കിക്കുന്നവര് ചുറ്റുപാടുമുണ്ടാകാം, പിറുപിറുക്കുന്നവര് ചുറ്റുപാടുമുണ്ടാകാം, എന്തിന് കുടുംബത്തിലുണ്ടാകാം, ആമേൻ അതെ കൂടെ പിറന്നവരുണ്ടാകാം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, പിറുപിറുപ്പിന് നിനക്ക് സ്ഥാനമില്ല, തർക്കിക്കുവാൻ നിനക്ക് അവസരമില്ല. ഇന്ന് രാത്രി തർക്കിക്കുന്നവരുടെ ഇടയിൽ, പിറുപിറുക്കുന്നവരുടെ ഇടയിൽ അയൽവക്കക്കാർ അതിര് തർക്കമുണ്ടാക്കിയേക്കാം. ആമേൻ അതെ കൂടെ പിറന്നവർ ആമേൻ അതെ കൂടുതൽ തന്നു കുറഞ്ഞുപോയി ആമേൻ തട്ടിപ്പറിച്ചെന്ന് പിറുപിറുത്തേക്കാം. അവരിൽ ഒരാളായി ഒതുങ്ങിപ്പോകുവാൻ അതേ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഇടയിൽ ആമേൻ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ആ നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ലോകത്തിൽ ആരും തയ്യാറാകാതിരിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവം അതെ നിന്നെ ആ നിലയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ അതെ തന്റെ വചനവുമായി ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. ആമേൻ. അതെ ഞാനും നിങ്ങളും ആമേൻ വക്രതയും അതേ കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ആമേൻ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുവെറുപ്പും വാദവും കൂടാതെ ചെയ്വി. ഹല്ലേലൂയ. എന്നിട്ട് അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ എന്ത് ചെയ്യണം? ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ നാൾ അടുത്തുകൊണ്ടിരിക്കുകയാ, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാ. ആമേൻ. തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. ഇങ്ങനെയുള്ള തലമുറയുടെ നടുവില് ആമേൻ നീ ആമേൻ ദൈവത്തിന്റെ വചനം, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അതേ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ഓടിയതും അധ്വാനിച്ചതും വെറുതെയാകാതെ അത് നിനക്ക് ആമേൻ പ്രശംസയായി ആമേൻ അത് അനുഗ്രഹമായി വിടുതലായി മാറുന്ന നാളുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. വളരെ ഗുരുതരമായ രണ്ട് പാപങ്ങൾ ഹല്ലേലൂയ ദൈവത്തിനും അവൻ നിയോഗിച്ച ആമേൻ ദൈവമക്കൾക്കും എതിരെ പിറുപിറുക്കുക, പരാതിപ്പെടുക. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 2 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവിനാൽ അനുഗ്രഹീതമായ നിലയിൽ ആമേൻ മോശയിലൂടെ ആമേൻ ദൈവജനത്തിന് നൽകിക്കൊടുത്തത് ഇങ്ങനെയാ. ആമേൻ ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഹല്ലേലൂയ. ആമേൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തെ അവരുടെ കഷ്ടതയ്ക്കകത്ത് നിന്ന്, അവരുടെ സങ്കടത്തിനകത്ത് നിന്ന്, അവരുടെ നിലവിളി
കേട്ട് അവരെ പുറത്തേക്ക് നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത അനുഗ്രഹീതനായ അത് വ്യക്തിത്വത്തിനുടമയായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു മോശ. ഹല്ലേലൂയ. മോശയുടെ ജനനത്തിങ്കൽ തന്നെ കൊന്നുകളയുവാൻ അക്കാലത്ത് രാജ്യത്തെ ഭരിച്ച അതേ ഫറവോൻ കൽപ്പന കൊടുത്തു. അവൻ കൽപ്പന കൊടുക്കുക മാത്രമല്ല, കൂലിക്ക് കൊടുത്ത ആളെ നിർത്തി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്ന് നൈൽ നദിയിൽ എറിഞ്ഞു കളയുവാൻ അതേ രാജാവ് കൽപ്പന കൊടുത്ത ആളുകളെ ആക്കി വെച്ചിരിക്കുകയാണ്. ശത്രുവിന് അനുയായികളുണ്ട്, ശത്രുവിന് സേവകരുണ്ട്, ഭൂതാത്മാക്കളുണ്ട്. നോക്കണമേ, രാജാവ് കൊട്ടാരത്തിൽ ഇരുന്ന് കൽപ്പന കൊടുത്തപ്പോൾ ആ കൽപ്പന അനുസരിച്ച് അതേ മോശ ജനിക്കുന്ന വീട്ടിൽ ചെന്ന് മോശയുടെ കഴുത്ത് ഞെരിച്ച് നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലുവാൻ അതേ കൽപ്പനയുമായി സഞ്ചരിക്കുന്ന അതേ ആളുകൾ അവർക്ക് കൂലി പറഞ്ഞൊത്ത് അവർ വന്ന് അതേ മോശ കുഞ്ഞിനെ കൊല്ലുവാൻ അതേ അവസരം നോക്കിയിരിക്കുകയാ. മോശ ജനിക്കുന്ന അതേ സമയത്ത് അതേ പ്രായത്തിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയണമെന്ന കൽപ്പന. മോശ മാത്രമല്ല, ഏതാ മോശ എന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് ആ പ്രായത്തിൽ ആ ടൈമിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന രാജാവിന്റെ കൽപ്പന. ഇന്ന് രാത്രിയിലും പിറന്നു വീഴുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ ദൈവത്തിന്റെ പ്ലാനിനും ദൈവത്തിന്റെ പദ്ധതിക്കുമായി ജനിക്കുന്ന തലമുറകളെ തൊടാതെ അതേ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട അന്നും ഇന്നും അതേ ദൈവസഭയ്ക്കെതിരായി ശത്രു ശക്തമായി പ്രതിയോഗിയായി എഴുന്നേറ്റ് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കണ്ടിരിക്കുന്ന അഭിഷക്തനെ, ദൈവം കണ്ടിരിക്കുന്ന അതേ വ്യക്തി ജീവിതത്തെ തൊടുവാൻ ദുഷ്ടന് കഴിയാത്ത വിധത്തിൽ പരിചയമായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. ദർശിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, കർത്താവിന്റെ വീണ്ടും വരവിന് വേണ്ടി വിശുദ്ധിയിൽ വചനപ്രകാരം ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സമപ്രായത്തിലുള്ളവർ, കൂടെ പഠിച്ചവർ, കൂടെ കളിച്ചവർ, കൂടെ ചിരിച്ചവർ പലരും ഇന്ന് പകലിലും തകർന്നു പോകത്തക്ക വിധത്തിൽ ശത്രുവിന്റെ കെണിക്കകത്ത് അകപ്പെട്ടു പോയപ്പോ ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിൽ മേശയൊരുക്കുന്ന വിരുന്നൊരുക്കുന്ന സ്വർഗത്തിലെ ദൈവം ആ കെണിക്കകത്ത് നിന്ന്, ആ ആക്സിഡന്റിന്റെ അകത്ത് നിന്ന്, ആ തകർച്ചയ്ക്കകത്ത് നിന്ന്, ആ വിപത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചെങ്കിൽ, നിന്നെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയെങ്കിൽ അതനുഭവിക്കുന്ന ദൈവമൈതൽ ഇന്ന് രാത്രി കേൾവിക്കാരെ പോലെ ഇരിക്കാതെ, കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ തുരുത്തുവാൻ തയ്യാറാ. ഇന്നലകളിൽ ഉണ്ടായ ആ വിപത്തിനകത്ത് നിന്ന്, ആക്സിഡന്റിനകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന് നിന്നെ വിടുവിച്ച ദൈവം ഈ കാരാഗ്രഹത്തിനകത്ത് നിന്നും വിടുവിപ്പാൻ ശക്തനെന്ന് ഉറച്ചു വിശ്വസിച്ച് ആരാധിച്ച പൗലോസിനെ, ശീലാസിനെ പുറത്തെടുത്ത് കാരാഗ്രഹ പ്രമാണിയെ നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയ ദൈവം ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിലൂടെ, വേദനയുടെ നടുവിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്നലകളിൽ അതേ ദൈവം നിന്നെ വിടുവിച്ച അനുഭവം നിനക്ക് പറയുവാനുണ്ടെങ്കിൽ അതോർത്ത് ഇന്ന് രാത്രി നീ ദൈവത്തെ തുതിക്കാൻ തയ്യാറായിക്കോ. തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്ന അതേ ചില കുടുംബങ്ങൾ നിന്നിലൂടെ രക്ഷിക്കപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, സൗഖ്യമാകുവാൻ അതേ നിത്യ ജീവൻ അവകാശിയായി മാറത്തക്ക വിധത്തിൽ നിന്നെയും ഉപയോഗിക്കുവാൻ ദൈവം ശക്തൻ. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, ഇസ്രായേൽ മക്കൾ അവരോട് നിങ്ങൾ ഇറച്ചി കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകുമാണ് ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്തിൽ വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ദൈവം തെരഞ്ഞെടുത്ത മോശ പറഞ്ഞു, ആമേൻ, എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്നേ, ആമേൻ, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ഒക്കത്തില്ലെന്നേ. ആര് പറഞ്ഞു കുഞ്ഞേ നീ ഒറ്റയ്ക്കാണെന്ന്? ആ നൈൽ നദിക്കകത്ത് തീർന്നു പോകുവാൻ കൽപ്പനയുള്ള കാലഘട്ടങ്ങളിൽ ജനിച്ച വളർത്തപ്പെട്ട് ഹോരേബിലെത്തി ആരും കാണാത്ത ദർശനം നീ കണ്ട് അവിടെ വെച്ച് എന്റെ ശബ്ദം നീ കേട്ട നീ കാലിലെ ചെരുപ്പ് അഴിച്ചു കളഞ്ഞത് വെറുതെയാണോ? നിന്നെ എനിക്ക് ഉപയോഗിക്കുവാൻ പദ്ധതി ഉള്ളത് കൊണ്ടാ നിന്റെ നീട്ടിവെച്ചപ്പോ ആ നദിക്കകത്ത്
മുങ്ങിപ്പോകുവാൻ അനുവദിക്കാതെ ആ നദിയുടെ മേളിലൂടെ ഒഴുകി അവൻ നിന്നെ എത്തിച്ച് അവൻ നിന്നെ വളർത്തി വലുതാക്കിയത് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് ഓ കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആമേ ഭൂമിയിൽ നിന്ന് ഉയർന്ന പ്ലെയിനകത്ത് അനേകര് തകർന്നു പോയപ്പോ ഉയർന്നു പൊങ്ങിയ പ്ലെയിൻ അത് ഏറ്റെടുത്ത് എത്തിച്ച് നിന്നെ ഇറക്കി അവൻ ഇറങ്ങിയെടുത്ത് നിന്നെ തകർത്ത് കളയുക. ശത്രു നിന്റെ ചുറ്റും അവൻ പാളയം ഒരുക്കി അവൻ അതെ നിന്നെ തകർക്കുവാൻ പിന്തുടരുമ്പോഴും ശത്രുവിന്റെ മുമ്പിൽ പദ്ധതി അവൻ ഇല്ലാതാക്കി ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഇന്നും ശത്രുവിന്റെ മുമ്പിൽ നിന്നെ വളരുമാറാക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ തിരിച്ചറിയുന്ന അഭിഷക്തരെ ഇന്ന് രാത്രി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഒരു കാരാഗ്രഹത്തിനോ ഒരു മരുഭൂമിക്കോ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം നിത്യദൈവം സത്യദൈവം അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ വേർതിരിച്ചവൻ നിന്നെ വിശുദ്ധീകരിച്ചവൻ നിന്നെ നിത്യതയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നവൻ അവന്റെ കണ്ണ് അഗ്നിജാലക്കൊത്ത കണ്ട അവൻ നീ കാണുന്നതിന് മുമ്പ് നിന്നെ തകർത്ത് കളയുക. നിന്നോട് അടുത്ത് വരുന്ന ദുഷ്ടപിശാചിനെ കണ്ടിട്ട് നിനക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ വലതു ഭാഗത്ത് മധ്യസ്ഥം വഹിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവജനം ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അടങ്ങിയിരിക്കരുത്. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണ്. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെരുക്കുന്നതിന്റെ ഇരട്ടി കാണും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ആമേൻ. ഇസ്രായേൽ മക്കൾ മോശയോട് പിറുപിറുക്കുകയാണ്. മോശയോട് മാത്രമല്ല അഹരോനോടും പിറുപിറുക്കുക. അഹരോനല്ല, ആമേൻ. നമുക്ക് അഹരോനെ കുറിച്ച് പറയുവാൻ സമയം പോരാ. ഹല്ലേലൂയ. ആമേൻ. മോശയോട് കൂടെ ആയിരിക്കുവാൻ ദൈവം കൊടുത്ത അഹരോൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്ലാനിനും ദൈവത്തിന്റെ പദ്ധതിക്കും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണോ താങ്കൾ എങ്കിൽ താങ്കളുടെ കൂടെ ചിലരെ കണക്ട് ചെയ്ത് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നീ തെരയേണ്ടെന്നേ, ആമേൻ. നീ അന്വേഷിക്കേണ്ടെന്നേ. സമയമാകുമ്പോൾ നിന്നോട് കൂടെ ഇടിവിൽ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ തക്കവണ്ണം പൗലോസിനെ സീലാസിനെ ഒരുമിപ്പിച്ച ദൈവം ഇവിടെ ഇതാ മോശയോട് കൂടെ ഒരു അഹരോനെ ചേർത്ത് നിർത്തുകയാണ്. ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കായിരിക്കുവാൻ അനുവദിക്കാതെ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ചില ബന്ധങ്ങളെ നൽകി തരുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. 2 പേർ ഭൂമിയിൽ ഐക്യമതപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും സ്വർഗത്തിലെ ദൈവം മറുപടിയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കല്ല. ആമേൻ. നിന്റെ വിഷയത്തോടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. ഏത് സമയത്തും ഒരുമിച്ച് ഒരേ ചിന്താഗതിയോടായിരിക്കാൻ ദൈവം ചില വ്യക്തികളെ നൽകി തന്നിട്ടുണ്ടെങ്കിൽ അതോർത്ത് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ആ മരുഭൂമിയിൽ വെച്ച് ആമേൻ അവർ ആമേൻ മോശയ്ക്കും അഹരോനും എതിരെ എന്ത് ചെയ്തു? പിറുപിറുത്തു. ഹല്ലേലൂയ. പിറുപിറുപ്പാൻ കാരണം അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പ വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെരുക്കിക്കൊള്ളണം. ദൈവമക്കളെ, ഓരോ ദിവസവും ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവവചനം ധ്യാനിക്കാനും സമയം വേർതിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കഷ്ടമുള്ള, ഈ വേദനയുള്ള, ഈ നിരാശയുള്ള, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ട ലോകത്ത് എനിക്കും നിങ്ങൾക്കും അശുദ്ധരാകാതെ വിശുദ്ധനായ ദൈവത്തെ സേവിക്കുവാനും കർത്താവ് ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്നാ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിന്റെ ഇരട്ടി കാണും എന്ന് അരുളി ചെയ്തു. നോക്കണമേ, ഓരോ ദിവസം ചെല്ലുന്തോറും അവർക്കത് വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ ദൈവം വർദ്ധനവിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യം വർദ്ധിക്കും, നിന്റെ നന്മ വർദ്ധിക്കും. ആമേൻ. നിന്റെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം വർദ്ധിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാം. ആമേൻ. മോശയും അഹരോനും ഇസ്രായേൽ മക്കളോടും ഒക്കെയും
ആമേൻ. നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. ഹല്ലേലൂയ. ദൈവമക്കളെ, പിറുപിറുക്കുന്ന ജനത്തോട് സ്നേഹവാനായ ദൈവത്തെ കുറിച്ച് സ്നേഹത്തോടെ പറയുക. നിങ്ങൾ പിറുപിറുക്കുകയാണെങ്കിലും നിങ്ങൾ ആമേൻ ആ കത്തറയ്ക്കകത്തുനിന്ന് നിലവിളിച്ചപ്പോൾ നിലവിളി കേട്ട് ഇവിടെ കൊണ്ടുവന്ന ദൈവം ആരാണ് ഇന്ന് വരെ നിങ്ങൾ വേണ്ടും പോലെ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ലെന്ന്. അയ്യോ, എന്തൊരു കഷ്ടമാ. ഈ ദൈവത്തെ അറിയാതെയാണോ ആമേൻ അവിടെ കിടന്ന് നിലവിളിച്ചത്? ആമേൻ നിലവിളിച്ചത് കഷ്ടതയുടെ ആധിക്യം കൊണ്ടാ, ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിഞ്ഞിട്ടല്ല. ആമേൻ നീ ഏതോ കൺവെൻഷനിൽ ആമേൻ മാറത്തടിച്ച് കരഞ്ഞ് കൈപൊക്കിയത് ദൈവത്തെ അറിഞ്ഞിട്ടല്ലല്ലോ. ആമേൻ അറിഞ്ഞു തുടങ്ങിയല്ലേ. ആമേൻ ഇന്നലകളിൽ നീ അറിഞ്ഞ ദൈവം ആരാണെന്ന് യഥാർത്ഥമായി ജീവിതത്തിൽ രുചിച്ചറിയാൻ പോകുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ആമേൻ ഒരു കൺവെൻഷൻ കൂടിയത് കൊണ്ടോ, ആമേൻ അതെ കൺവെൻഷൻ അടിക്കാൻ സാമ്പത്തികം കൊടുത്തത് കൊണ്ടോ, ആമേൻ നീ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിഞ്ഞിട്ടില്ല. അറിയണം. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന. ഓരോ ദിവസവും ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താക്ക. ഹല്ലേലൂയ. അങ്ങനെ മോശയും അഹരോനും ഇസ്രായേൽ മക്കളോടൊക്കെയും നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെയെന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. ഹല്ലേലൂയ. അയ്യോ, ഞങ്ങളെ ആ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് ആരാ? മോശയല്ലേ? ഇന്ന് മോശമാരുടെ പുറകെ പോകുന്ന ആളുകളുണ്ടെന്നേ. ഹല്ലേലൂയ. എന്നാ മോശ പറയുക, ഞാനല്ല നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. നിങ്ങളെ കൊണ്ടുവന്നത് ആരാന്ന് അറിയാൻ പോവും. ആരാ? അയ്യോ, പക്ഷേ അവരാരോടാ പിറുപിറുക്കുന്നത്? അവരെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ കാരണമായ മോശയോടെയാ. ഇന്ന് പല മക്കളും അപ്പനെതിരെ പിറുപിറുക്കുക, അമ്മയ്ക്കെതിരെ പിറുപിറുക്കുക. വാങ്ങിച്ചു തന്നാൽ എന്താ? ചില ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തലമുറകൾ ചിന്തിക്കുന്നുണ്ടോ? കൂടപ്പറപ്പ് ചിന്തിക്കുന്നുണ്ടോ? ആ കത്തറയ്ക്കകത്ത് നിന്ന്, ആ വേദനയ്ക്കകത്ത് നിന്ന് അവർ നിലവിളിച്ചപ്പോ കരുണാസമ്പന്നനായ ദൈവം മോശയെ വിളിച്ച് മോശയോട് പറഞ്ഞു, എനിക്ക് പകരമായി ഞാനാകുന്നുവെന്ന് ലേബലിൽ നീ ചെന്ന് അവരെ എന്ത് ചെയ്യണം? മോശ ചെന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് മോശയ്ക്കെതിരെ അവർ പിറുപിറുക്കുകയാണ്. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ അവരെ ശരിക്ക് എന്ത് ചെയ്യാൻ പോവാ? ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. നീ അവരോട് പറഞ്ഞോ? അങ്ങനെ മോശയും അഹരോനും ഇസ്രായേൽ മക്കളൊക്കെയും നിങ്ങളെ ആ കഷ്ടതയ്ക്കകത്ത് നിന്ന്, ആ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് കൊണ്ടുവന്നത് ഞാനല്ല, അഹരോനല്ല, പിന്നാരാ? യഹോവ തന്നെ എന്ന് നിങ്ങൾ ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യും? അറിയും. ഹല്ലേലൂയ. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. ദൈവമക്കളെ, എന്നെ കൊണ്ട് ഒക്കത്തില്ല, എനിക്ക് തടിച്ച നാവാ, ഞാൻ ചെന്നാൽ അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ മോശ സമർപ്പിച്ചു കഴിഞ്ഞപ്പോ ആമേൻ അതേ വചനം പറയുന്നു. ആമേൻ യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു. അപ്പൊ മോശയോട് പിറുപിറുത്തത് ആരോട് പിറുപിറുത്തതിന് തുല്യമായി? ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തോട് പിറുപിറുക്കുന്നതിന് തുല്യമായി. ഇന്ന് രാത്രി പിറുപിറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിറുപിറുപ്പ് നിർത്തിക്കോണം. ദൈവം അറിയുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അത് മക്കളായാലും ശരി, ആമേൻ പ്രസിഡന്റ് ആയാലും ശരി, ആമേൻ അത് പ്രസ്പെക്ടർ ആയാലും ശരി, ഇനി ഏത് ബിരുദമുള്ളവരായാലും ശരി, പിറുപിറുപ്പ് എന്ത് ചെയ്തോടാം? നിർത്തിക്കോടാം. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ എന്തുള്ളൂ? നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെ. ഹല്ലേലൂയ. അനന്തരം ആമേൻ ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. ആമേൻ. യഹോവ കേട്ടു, അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി.
പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ആമേൻ. ഒരിടത്ത് അത് ദഹിപ്പിച്ചു കളഞ്ഞപ്പോൾ മറ്റൊരിടത്ത് ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. സംഖ്യാപുസ്തകം 11:1 വായിക്കുമ്പോൾ അവിടെ അവര് ദഹിപ്പിച്ചു കളഞ്ഞതായി കാണുന്നു. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ദൈവത്തിനെതിരെ പിറുപിറുക്കരുതേ. ചിലര് ആമേൻ വായ് പിളർന്ന് വിഴുങ്ങിപ്പോകും. ആമേൻ. ചിലര് ആമേൻ എന്ത് ചെയ്യും? ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ. ഏത് നിലയിലാ പിറുപിറുക്കുന്നവർ തകർന്നു പോകുന്നതെന്ന് ആർക്കും മുൻകൂട്ടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം ആമേൻ തന്റെ കോപം തനിക്ക് ഇഷ്ടമുള്ള നിലയിൽ വെളിപ്പെടുത്തും. ആമേൻ. അത് ചിലപ്പോ ഇടിമിന്നി ഏറ്റിട്ടായിരിക്കാം, അതൊരു പക്ഷേ ആക്സിഡന്റിലായിരിക്കാം, അതൊരു പക്ഷേ ആമേൻ ഉരുണ്ട് വീണിട്ട് ഏത് നിലകളിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പ്രവചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പിറുപിറുപ്പ് നിർത്തിക്കോ. ഹല്ലേലൂയ. ദൈവം തന്റെ കഷ്ടതയില് നിലവിളിച്ച ജനത്തെ വിടുവിക്കുവാൻ ആമേൻ ഇറങ്ങി വന്നത് മോശയിലൂടെയാ. ഇന്ന് രാത്രി അതെ നിന്റെ മുമ്പിൽ നിൽക്കുന്നവര് ഹല്ലേലൂയ നിനക്ക് ആമേൻ അതെ വേണ്ടി ഇടിവിൽ നിന്ന് കരയുമ്പോൾ, അതെ പ്രാർത്ഥിക്കുന്ന മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുമ്പോൾ, അതെ അവർക്കെതിരെ തലമുറകൾ പിറുപിറുത്താൽ, കൂടപ്പുറപ്പ് പിറുപിറുത്താൽ, അതെ ഒന്നും കൂടെ പറയാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയുടെ അംഗമായി മാറിയിരിക്കുന്ന ദൈവമക്കൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നവരാ. അവർക്കെതിരെ പിറുപിറുക്കുന്നവര് ആരായാലും ഓർത്തോട്. ഹല്ലേലൂയ. ഇത് ആമേൻ ദൈവജനമാ പിറുപിറുത്തത്, ലോകമക്കളുടെ കാര്യമല്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ രക്ഷിക്കപ്പെട്ടവർക്കെതിരെ പിറുപിറുക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം പ്രമാണം അറിയുന്നവരാ. പക്ഷെ യഥാർത്ഥമായി അവർക്ക് ദൈവത്തെ അറിയത്തില്ല. സത്യവേദപുസ്തകത്തിന്റെ അറ്റവും മുറിയൊക്കെ വായിച്ചിട്ട് ഞാനും ഉപവസിക്കുന്നുണ്ട്, ഞാനും പതാരം കൊടുക്കുന്നുണ്ട്, ഞാനും ദൈവത്തെ വിളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കെതിരെ പിറുപിറുക്കുന്നവർ ഓർത്തോണം. ദഹിപ്പിക്കുന്ന അഗ്നിയായവൻ, ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളയുവാൻ കൽപ്പന കൊടുക്കുന്നവൻ, അധികാരമുള്ളവൻ ഇന്ന് രാത്രി പിറുപിറുക്കുന്ന നിന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. ഹല്ലേലൂയ. ദൈവത്തിനെതിരെ പിറുപിറുക്കരുതേ, ദൈവവചനത്തിനെതിരെ മത്സരിക്കരുതേ. ആമേൻ. അതെ, റോമാലേഖനം 14-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്നവർ ഗ്രഹിക്കാനായിട്ട് ആത്മാവിൽ എഴുതിയത് ഇങ്ങനെയാണ്: പരസ്പരം എന്ത് ചെയ്യരുത്? തർക്കിക്കരുത്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനമായവനെ ചേർത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. സംശയ വിചാരങ്ങളെ എന്ത് ചെയ്യരുത്? വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനൻ മാത്രേ. അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കുവാൻ ആമേൻ കർത്താവിന് കഴിയുമല്ലോ. ഹല്ലേലൂയ. ആമേൻ. നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഒരുവനോട് കരുണ കാണിക്കണമെന്ന് തോന്നുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കരുണ കാണിക്കും. ഹല്ലേലൂയ. ഒരുത്തനോട് കൃപ കാണിക്കണമെന്ന് തോന്നുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കൃപ കാണിക്കും. അതുകൊണ്ട് അന്യനെ വിധിക്കാൻ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. ആമേൻ. അതെ, നാം നമ്മെ തന്നെ വിധിച്ചാൽ, ഹല്ലേലൂയ, അതെ, പലരും ബലഹീനരായി രോഗികളായി ദുഃഖിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരെ നോക്കി അവരോടാണ് ഈ ദൂതെന്ന് വിധിച്ച് തള്ളരുതേ. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് തന്നെയാ. എത്ര കേട്ടിട്ടും രൂപാന്തരപ്പെടാത്തവരുണ്ട്, ഉറക്കം തൂങ്ങിയിരിക്കുന്നവരുണ്ട്, മയങ്ങിയിരിക്കുന്നവരുണ്ട്, വിധിച്ചോണ്ടിരിക്കുന്നവരുണ്ട്, പഴിച്ചോണ്ടിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ ഈർച്ചയും പിണക്കവും ഇരിക്കെ മിക്ക ഭാര്യ ഭർത്താക്കന്മാരുടെ വീട്ടിലും, ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയിലായിരിക്കുന്ന മിക്കവരുടെ വീട്ടിലും ആമേൻ എന്തുണ്ട്? ഈർച്ചയുണ്ട്, പിണക്കമുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ സകല കൃപാവരങ്ങളെ കൊണ്ട് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന
കൊരിന്ത്യ സഭയ്ക്ക് 1-ാം ലേഖനം 3-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ അവരെ പ്രബോധിപ്പിച്ചത് ഇങ്ങനെയാ: നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ, അയ്യോ എന്നൊരു വാർത്ത, ജീവിത സൗഭാഗ്യ ജീവിത കർത്താവിൻ കുഞ്ഞുങ്ങൾ ചുമ്മാതാണ്. പാടാൻ അറിയാവുന്നതുകൊണ്ട് അങ്ങ് പാടുകയാ. പ്രസംഗിക്കാൻ അറിയാവുന്നതുകൊണ്ട് പ്രസംഗിക്കുക. പ്രാർത്ഥിക്കാൻ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കുക. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൽ അത് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഈർഷ്യയുണ്ടെന്ന്. പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. ഇന്ന് രാത്രി പാടുന്ന അഭിഷക്തരെ, പ്രാർത്ഥിക്കുന്ന അഭിഷക്തരെ, ഘോര പ്രസംഗിക്കുന്ന അതേ പ്രസംഗകരെ, പ്രവചിക്കുന്ന പ്രവാചകരെ, ദർശകരെ, നിന്റെ വീട്ടിനകത്ത് പിണക്കം, ഈർഷ്യ ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യനെ പോലെ നടക്കുന്നവരുമല്ലയോ. രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത ആരെങ്കിലും നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ പറഞ്ഞ കർത്താവിന്റെ വചനം അനുസരിച്ച് നടക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, നിന്റെ വീട്ടിലിരിക്കുന്നവരോട് നീ എങ്ങനെയാ? നിന്റെ ജീവിത പങ്കാളിയോട് നീ എങ്ങനെയാ? നിന്റെ കൂടപ്പുറപ്പിനോട് നീ എങ്ങനെയാ? നിന്റെ മക്കളോട് നീ എങ്ങനെയാ? നിന്റെ സഹോദര വർഗത്തോട് നീ എങ്ങനെയാ? നിന്റെ അയൽപക്കക്കാരോട് നീ എങ്ങനെയാ? നിന്റെ കൂടെ ആരാധിക്കുന്നവരോട് നീ എങ്ങനെയാ? നിന്റെ കൂടെ ശുശ്രൂഷിക്കുന്ന സഹ ശുശ്രൂഷകന്മാരോട് നീ എങ്ങനെയാ? ഒരുത്ത് ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്ത് ഞാൻ അപ്പലോസിന്റെ പക്ഷക്കാരനെന്ന് പറയുമ്പോ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന്റെ ആളാ, ഞാൻ ഇന്ന പാസ്റ്ററുടെ ആളാ, ഞാൻ ഇന്ന സഭയുടെ ആളാ, ഞാൻ ഇന്ന ഗ്രൂപ്പിന്റെ ആളാ, ഞാൻ ഇന്ന നേതാവിന്റെ ആളാ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന കൊരിന്തിലെ ദൈവജനത്തെ ആത്മാവിൽ അത് സ്കാൻ ചെയ്ത് അവൻ ഗ്രഹിച്ചിട്ട് ആത്മാവിന്റെ നിയോഗത്തോടെ എഴുതാൻ പറഞ്ഞ് എഴുതിയ വചനം ഇന്ന് രാത്രി ആത്മാവിൽ ഈ ലൈവിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രാദേശിക സഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്ത് ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ. ആമേൻ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും, ആമേൻ, എ പാനലും ബി പാനലും പിന്നെ സ്റ്റേറ്റും ഡിവിഷനും, ആമേൻ, ഇങ്ങനെ വർഗീയത വെച്ചു പുലർത്തുന്ന ഒരു ജാതി, ആമേൻ, സത്യവേദ പുസ്തകത്തിൽ കാണുന്നില്ല. പക്ഷെ ഇന്നത്തെ ദൈവജനത്തെ കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആത്മാവിൽ എഴുതി, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവേ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, അങ്ങനെ പെരുമാറുന്നതിന് പകരം വിശ്വാസികൾ ക്രിസ്തുവിനെ പോലെ ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് കുറ്റമില്ലാത്തവരാകുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയും അനന്യമായും നടന്നു എന്നും നിങ്ങളും ദൈവവും സാക്ഷി. ആദ്യ പിതാക്കന്മാരായ ആമേൻ ശിഷ്യന്മാർ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ എപ്രകാരം ജീവിച്ചു എന്നുള്ളത് ആമേൻ ദൈവം സാക്ഷി, നിങ്ങളും സാക്ഷി. ഹല്ലേലൂയ. ആമേൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എനിക്ക് ആമേൻ ആരെയും ശുദ്ധീകരിക്കുവാൻ കഴിയത്തില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വചനം പറയുവാനേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സമാധാനത്തിന്റെ ദൈവം മുഴുവനും നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെ വീട്ടിനകത്ത് തീർച്ചയുണ്ടോ? പിണക്കമുണ്ടോ? തർക്കമുണ്ടോ? വാദമുണ്ടോ? നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷകന്മാരുടെ ഇടയിൽ, നിങ്ങളുടെ സഭയിൽ തർക്കമുണ്ടോ? ഡിവിഷൻ
ഡിവിഷനും സ്റ്റേറ്റുമായിട്ട് ഇന്ന് നിൽക്കുകയാണോ? ആമേൻ. തർക്കവും വാദവും ഉപേക്ഷിച്ചിട്ട് ആമേൻ അതേ യഥാർത്ഥമായി ആമേൻ അവരുടെ ഇടയിൽ ആമേൻ തർക്കവും വാദവും ഒഴിവാക്കിക്കൊണ്ട് ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണം. ഹല്ലേലൂയ. അവരുടെ കൂടെ ഒതുങ്ങാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിൽ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവം മക്കളാക്കി മാറ്റി അവരെ ശിഷ്യന്മാരാക്കി തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ ആമേൻ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. ഹല്ലേലൂയ. അപ്പോ ആടുകളായിട്ട് എവിടേക്ക് അയച്ചിരിക്കുന്നത്? ചെന്നായ്ക്കളുടെ നടുവിലാണ്. പക്ഷേ ആമേൻ സങ്കടത്തോടെ പറയട്ടെ, ഫിലിപ്പിയ ലേഖനം ആമേൻ 3-ാം അധ്യായം ആമേൻ അതേ 16, 17, 18, 19 വാക്യങ്ങളിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ അതെ ഞാൻ കരഞ്ഞുകൊണ്ട് പിന്നെയും പറയുക, അവർ ക്രൂശിന്റെ ശത്രുക്കളാ. ആമേൻ അവർ പരിജ്ഞാനം പ്രാപിക്കാതെ നടക്കുന്നവരാ. ആമേൻ നിങ്ങൾ അവരെ മാതൃകയാക്കരുത്. ഹല്ലേലൂയ. അത് ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ ആടിനെ പോലെ നിങ്ങൾ അയക്കുന്നു. പക്ഷേ ഇന്ന് ആടിന്റെ വേഷം ധരിച്ച് ചെന്നായ്ക്കളായി ആമേൻ അത് ജീവിക്കുന്നവര് ദൈവസഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ. ആടുകളുടെ വേഷം കൊണ്ട് ചെന്നായ്ക്കളായി ആമേൻ സഭയ്ക്കകത്തിരുന്ന് ആമേൻ വാദിക്കുന്നവരും മത്സരിക്കുന്നവരും ആമേൻ അത് വടം വലിക്കുന്നവരും ആമേൻ അതെ ആ പക്ഷം പിടിക്കുന്നവരും ഉണ്ടെന്ന് മനസ്സിലായവർ മാത്രം ആമേൻ കടമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ യേശുവിനെ ആമേൻ കർത്താവെന്ന് ആമേൻ വായി കൊണ്ട് ഏറ്റു പറഞ്ഞ് രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവമക്കളായി മാറിയവരോട് പറഞ്ഞു, ആമേൻ അതെ ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ആമേൻ ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. കാരണം 1-ാമത്തെ ലേഖനം എഴുതി കൊടുത്തിട്ടും ഗുണപ്പെടാത്തവരുണ്ടെന്ന്. അതുകൊണ്ട് 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായ പൗലോസിന് ആത്മാവിൽ എരിവുണ്ടായിട്ട് താൻ എഴുതുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാ. ഹല്ലേലൂയ. കളങ്കപ്പെടാൻ പാടില്ല. ഔവയെ പാമ്പ് ഉപായത്താൽ ചതിച്ചു കളഞ്ഞതുപോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ആമേൻ അതേ മണവാളൻ വരുവാൻ കാലം ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആമേൻ അതേ സർപ്പം ഔവയെ ഉപായത്താൽ ചതിച്ചു കളഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സഭയാ മണവാട്ടിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിന്നെ ഉപായത്താൽ ചതിച്ചു കളയുവാൻ അതേ ഹൗവയുടെ അടുത്തേക്ക് കയറി വന്ന ആ സർപ്പമായ പാമ്പ് നിന്നെ ഉപായത്താൽ ചതിച്ചു കളയുവാൻ സാധ്യതയുള്ള ലോകമാണ്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? സൽഗുണപൂർണനായിരിക്കണം. ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഹല്ലേലൂയ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കണം. നിങ്ങൾ അവരിൽ ഒരാളാകരുത്. മത്സരിക്കുന്നവന്റെ കൂടെ കൂടി ആമീൻ ഇലക്ഷന് സമയമായതുകൊണ്ട് 5000 തരാം, 1000 തരാം, 2000 തരാം എന്ന് പറഞ്ഞ് ചാക്കിട്ട് വലയിലാക്കുന്നവരുണ്ട്. എന്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് പറയുവാൻ കഴിയും. ആമീൻ മീഡിയയിലൂടെ തന്നെയാ പറയുന്നത്. ആമീൻ അതെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന അതേ സംഘടനയ്ക്കകത്ത് ഇലക്ഷൻ വന്നപ്പോ ആമീൻ വണ്ടി വിളിച്ചു വന്നാൽ വണ്ടിയുടെ കാശ് തരാം. ആമീൻ പിന്നെ ഓരോരുത്തർക്കും ഫുഡിനുള്ളത് തരാം. പിന്നെ ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇന്നത് തരാം എന്ന് പറഞ്ഞ് ആമീൻ പൈസ തന്ന് ആമീൻ അതെ 1, 2, 3 രൂപയല്ല ആമീൻ ആയിരക്കണക്കിന് പൈസ ആമീൻ ഇറക്കി വോട്ട് പിടിച്ച് മത്സരിച്ച് ജയിക്കാൻ നോക്കിയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമാണെന്ന് പറയുന്ന ആമീൻ ആടുകളായി ജീവിക്കേണ്ട അതേ വേഷം കെട്ടി ചെന്നായ്ക്കളെ പോലെ നടക്കുന്നവരുടെ ഇടയിൽ ഹല്ലേലൂയ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. വികലമായ തലമുറ അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും.
അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. യേശു കർത്താവിന്റെ ജീവിതത്തിൽ താൻ ചുറ്റുപാട് നോക്കുമ്പോ ഹല്ലേലൂയ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ എന്ന് പറഞ്ഞ ചന്ദ്രവാദ രോഗം പിടിക്കപ്പെട്ട അതെ ആർക്കും അടക്കുവാൻ കഴിയാത്ത ഒരു അപ്പന്റെ മകൻ തീയിലും വെള്ളത്തിലും ഒക്കെ ആർക്കും അവനെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത അസഹ്യമായ പൈശാചിക ബാധയായി ദുഃഖത്തിൽ ആയിരിക്കുന്ന ആ പിതാവ് തന്റെ മകനെ കൊണ്ട് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് ശിഷ്യന്മാർ പരാജയപ്പെട്ടു. അവര് തർക്കിക്കുന്നവരാ, അവര് മത്സരിക്കുന്നവരാ, അവര് സ്ഥാനത്തിന് വേണ്ടി വടബലി നടത്തുന്നവരാ. അവരുടെ അടുത്ത് ഭൂതത്തെ കൊണ്ടുവന്ന ഭൂതം പോവോ? അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്ന അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? എന്നാൽ അവരെ കൊണ്ട് കഴിയാതെ വന്നപ്പോൾ അരുമനാഥന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. അരുമനാഥൻ പറഞ്ഞു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം നിങ്ങൾ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേ. കർത്താവ് അതെ അവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്നതും അതെ വിടുവിക്കപ്പെടുന്നതും കണ്ട് അപ്പൻ മകനെ കൊണ്ട് പോയി കഴിഞ്ഞപ്പോ മെല്ലെ യേശു കർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് കഴിയാത്തത്? ഇന്ന് രാത്രി അതെ ഒന്ന് അടുത്തേക്ക് വാ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലെ ക്രമക്കേടുകളെ നീ തിരുത്തിയിട്ട് യഥാർത്ഥമായി വിശ്വാസത്താൽ കാൽച്ചുവടുകളെ വെക്കാമെങ്കിൽ, അത് തർക്കവും വാദവും മത്സരവും അവസാനിപ്പിക്കാമെങ്കിൽ, നിന്നിലൂടെ ഈ കാലഘട്ടത്തിൽ ജീവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തി വിശ്വസിക്കുന്നവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 40-ാം വാക്യത്തിൽ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ യഹൂദന്മാരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് അതെ പ്രസംഗിച്ച പ്രസംഗമാ. യഹൂദന്മാർക്ക് പ്രമാണം അറിയാൻ കേട്ടോ, വചനം അറിയാൻ കേട്ടോ, അതുകൊണ്ടാണ് ഇവര് തർക്കിക്കുന്നത്, അതുകൊണ്ടാണ് ഇവര് വാദിക്കുന്നത്, അതുകൊണ്ടാണ് ഇവര് ചീട്ടിടുന്നത്. ചീട്ടിടാൻ അറിയുന്നത് എങ്ങനെയാ? പ്രമാണം അറിയാത്തത് കൊണ്ടാണെന്നേ. തലയെണ്ണുന്നത് എന്തുകൊണ്ടാണ്? പ്രമാണം അറിയാവുന്നതുകൊണ്ടാണെന്നേ. അതെ, ചീട്ടിട്ട് പ്രമാണം അറിയാന്ന് പറഞ്ഞ് തർക്കിച്ചും വാദിക്കും കക്ഷി അതെ പക്ഷം ചേരുന്ന പരിപാടി ഇതൊന്നും ദൈവസഭയ്ക്കകത്തില്ലെന്ന്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ച് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ഓർക്കുകയാ, കഴിഞ്ഞ ദിവസം ഞാനും ഒരു അങ്കിളും ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇന്ന് സന്ധ്യക്ക് 8 തൊട്ട് 9 മണി വരെയുള്ള ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് പറഞ്ഞു, ഫിലിപ്പോസ് സ്തെഫാനോസിന് ശേഷം അതെ സഭയ്ക്ക് ഉപദ്രവം ഉണ്ടായപ്പോൾ ചിതറിപ്പോയ കൂട്ടത്തിൽ ഫിലിപ്പോസ് ശമരിയിലെത്തി. ശമരിയിൽ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, സുവിശേഷം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെ ഫിലിപ്പോസിനെ വിശ്വസിച്ച സ്ത്രീകളും പുരുഷന്മാരും ഷീമോൻ ഉൾപ്പെടെ. എന്താ ഷീമോന്റെ കാര്യം അവിടെ എടുത്തു പറഞ്ഞത്? ഷീമോൻ മഹദി എന്ന ദൈവത്തെ കൂട്ടുപിടിച്ച് അവിടെ ആഭിചാരം ചെയ്തുകൊണ്ടിരുന്നവനാ. അങ്ങനെ ആ ഷീമോനും യേശുവിനെ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗമായി. അങ്ങനെ ഇരിക്കവേ ഇവിടെ നമ്മൾ കണ്ട പത്രോസ്, ഹല്ലേലൂയ, പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ കാണുന്ന പത്രോസ് അവിടെ ചെന്നു പ്രസംഗിച്ചപ്പോൾ പ്രസംഗം കേട്ടവരുടെ മേൽ എന്ത് ചെയ്തു? ആത്മാവ് വന്നു. അപ്പൊ ഈ ശീമോനൊരു ആഗ്രഹം, എന്റെ കയ്യിലിരിക്കുന്ന പണം കൊടുത്താൽ ഈ ആത്മാവിനെ കിട്ടുമെന്ന്. പത്രോസ് പറഞ്ഞു, നീ നിന്റെ പണവും നശിക്കട്ടെ, നീ ദൈവത്തോട് പ്രാർത്ഥിക്ക്, ഒരു പക്ഷേ ദൈവം ക്ഷമിക്കും, നീ മാനസാന്തരപ്പെട്, നിന്റെ ഹൃദയത്തിന്റെ നിരൂപണം എന്നല്ല ശരിയല്ലെന്ന്. ഇതുപോലെ ജാതീയമായി ഇതുപോലെ ശക്തിയെ ആവസിപ്പിച്ച് പലരെയും മയക്കി തകർത്തും ഇരുന്ന അതെ ആ മനുഷ്യനെ പോലെ, ഷീമോനെ പോലെ അതെ ദൈവസഭയ്ക്കകത്ത് മുങ്ങിപ്പൊങ്ങി കേറി വന്നവരാണ് സഭയ്ക്കകത്ത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവര് വചനത്തെ കാശുകൊണ്ട് വളച്ചൊടിച്ച് കാശുള്ളത് കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന വ്യാമോഹത്തോടു കൂടെ ഇരിക്കുന്നവനെ പത്രോസ് പറഞ്ഞു, നീ
നിന്നോട് ദൈവം ഒരു പക്ഷെ ക്ഷമിക്കും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പണം നിന്റെ കയ്യിലിരിക്കട്ടെ. ഹല്ലേലൂയ. പണത്തിന് പുറകെ പോകുന്നവർ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഓർത്തോണം. ഹല്ലേലൂയ. നീ നശിക്കും. ഹല്ലേലൂയ. നിന്റെ പണത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ആമേൻ. നീ വേഗത്തിൽ തീർന്നു പോകും. നിന്റെ അവസാനം നാശമായിരിക്കും. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ ഞാൻ ഊന്നി പറയട്ടെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിക്കറാൻ വേണ്ടി വോട്ടിടാൻ പോയോ? നമ്മുടെ പാപവും നമ്മുടെ പ്രശ്നവും പരിഹരിച്ചു തരാൻ വേണ്ടി വോട്ട് തരികയാണെങ്കിൽ നിന്റെ പാപവും നിന്റെ പ്രശ്നവും പരിഹരിക്കാന്നും പറഞ്ഞു വന്നോ? ഇന്നത്തെ നേതാക്കന്മാരൊക്കെ വരുന്നത് ഞങ്ങളെ ജയിപ്പിച്ച, ഞങ്ങൾക്ക് വോട്ട് തന്നാൽ ജയിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ടല്ലേ. എന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവായിരുന്നില്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു? ഉലക മഹാന്മാരായ അനേകരും ഈ ഭൂമിയിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊക്കെ അതെ നേടി തന്നിട്ട് അവര് അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയ്ക്കകത്ത് ഒതുങ്ങിക്കഴിയുമ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ആമേൻ ഏറ്റവും വലിയ മഹാനായ ശ്രീ യേശു കർത്താവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാ. അവൻ മാത്രമേ ഉലകത്തിൽ ആമേൻ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലാത്തവർക്ക് അത് മോശത്വമാ. ഹല്ലേലൂയ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെ അനുസരിച്ച് നടന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, സ്നാനപ്പെടുന്നതിന് മുമ്പ് ആമേൻ സമുദായത്തിലോ പാരമ്പര്യത്തിലോ ആമേൻ ഏതെങ്കിലും നിലയിലോ ജീവിച്ചിരുന്നപ്പോ വോട്ട് പിടിക്കാനും വോട്ടിന് മത്സരിക്കാനും ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ഓടിക്കൊണ്ടിരുന്ന ദൈവപൈതലാക്കി മാറ്റുവാൻ കരുണാസമ്പന്നനായിരിക്കുന്ന നിനക്ക് വേണ്ടി അവൻ തന്റെ പുത്രനെ കാൽവരിയിൽ തകർത്ത് കളഞ്ഞിട്ട് ആമേൻ കൃപയാ നീ വിശ്വാസത്തിൽ ചുവടുവെച്ച് ജീവിക്കുവാൻ, നിത്യജീവൻ അവകാശിയായി മാറുവാൻ കരുണാസമ്പന്നനായ ദൈവം നിന്നോട് കൃപ കാണിച്ചെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. അതേ ഓരോ തലമുറയിലും വികലവും ആമേൻ അധപ്പതിച്ചതുമായ ആമേൻ തലമുറകൾ ആമേൻ എഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല, വിളക്ക് കത്തിച്ച് ആമേൻ പറയും കീഴെ അല്ല തന്നിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും അതേ പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇരുളിൽ തപ്പി നടക്കുന്ന ജനത്തിന്റെ ഇടയിൽ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് ആമേൻ കപടഭക്തിയോടെ ജീവിക്കുന്ന വക്രതയും ആമേൻ അതെ ഈർച്ചയും പിണക്കവും മത്സരവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരിൽ ഒരാളായി ഒതുങ്ങിപ്പോകാതെ ആമേൻ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.
ദൈവവചനം തീർച്ചയായും ആമേൻ ദൈവത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അതിൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. യേശു ആമേൻ യോഹന്നാൻ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം തീർച്ചയായും ദൈവത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. നിലവിലെ തലമുറയുടെ രാജ്യത്തിന്റെയോ അവസ്ഥ ആമേൻ അതെ ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. ഈ തലമുറ പാപത്തെ കുറിച്ച് വളരെയധികം ആമേൻ പരിചിതരാകുകയും അഴിമതിക്കായി നിരവധി മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതിനാൽ ഹല്ലേലൂയ ആമേൻ അതെ കർത്താവ് പറഞ്ഞു, വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിക്കുന്ന ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16:4 ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരിയുന്നു. യോനിയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. ആമേൻ. പിന്നെ അവൻ അവരെ വിട്ട് പോയി. ഇന്ന് രാത്രിയിൽ ആമേൻ സത്യവചനം തിരുവെഴുത്തുകൾ അറിയായതുകൊണ്ട് അനേകര് തെറ്റിപ്പോകുമ്പോൾ, ദൈവശക്തി അറിയായതുകൊണ്ട് അനേകര് തെറ്റിപ്പോകുമ്പോൾ യഥാർത്ഥമായി ദൈവവചനത്തെ അറിഞ്ഞ് ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരെ ഇന്ന് രാത്രി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ പുരുഷാരം ആമേൻ തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ ആളുകൾ കൂടുതലായി വന്നപ്പോ യേശു പറഞ്ഞത്, കൊള്ളാം കൊള്ളാം, കൂടിക്കോ കൂടിക്കോ, ഹല്ലേലൂയ, സ്വത്രം സ്വത്രം എന്നല്ല. ആമേൻ. പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. അത് അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിനൊരടയാളവും കൊടുക്കുകയില്ല. ആമേൻ. പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. അത് അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിനൊരടയാളവും കൊടുക്കുകയില്ല. ആമേൻ. യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമാകും. ഹല്ലേലൂയ. അനുസരണം കെട്ട യോന ആമേൻ നിമിത്തം കപ്പലിലുള്ള എല്ലാവരും അയ്യം വിളിക്കേണ്ടി വന്നു. ഇന്ന് രാത്രി അനുസരണം കെട്ട ഒരു മകനോ മകളോ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ആമേൻ നിന്റെ വീട്ടിലുള്ളവർ മുഴുവൻ അയ്യം വിളിക്കേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ. അനുസരണം കെട്ട ഒരുത്തൻ നിന്റെ വാർഡിലുണ്ടെങ്കിൽ അവൻ നിമിത്തം വാർഡിലുള്ളവർ കഷ്ടപ്പെടേണ്ടി വരും. ഹല്ലേലൂയ. അനുസരണം കെട്ട ഒരുത്തൻ നിന്റെ രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഹല്ലേലൂയ. യോനയുടെ കാലത്ത് യോന അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ആമേൻ യോനയുടെ കൂടെ ഉണ്ടായിരുന്നവര് അയ്യം വിളിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അവസാനം കടലിലുമല്ല കരയിലുമല്ല മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോന അയ്യം വിളിച്ചു. ഇതുപോലെയാണ് ആമേൻ വീട്ടിലുമല്ല, ആമേൻ നാട്ടിലുമല്ല, ആമേൻ ഹോസ്പിറ്റലിലും അല്ല, ഐസിയുവിന്റെ അകത്ത് കിടന്നിട്ട് എന്ത് ചെയ്യുക, ആമേൻ നിലവിളിക്കേണ്ടി വരിക. ആമേൻ ഇന്ന് രാത്രി നിലവിളിക്കുന്നതിന് മുമ്പ് ആമേൻ കൊണപ്പെടാൻ അത് നീ മനസ്സിൽ വെച്ചാൽ ഇന്ന് രാത്രി നിന്നെ നേരെയാക്കാൻ ശക്തരായ ദൈവത്തിന്റെ വചനം ശ്രോതാവേ നിന്റെ കാതുകളിൽ കേൾക്കുന്നത് നീ അയ്യം വിളിക്കുന്നതിന് മുമ്പ് നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. തെക്കേ രാജ്ഞി ന്യായവിധി ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. ആമേൻ. യോന ഉന്മൂല നാശം അതെ സംഭവിക്കുവാൻ പോകുന്നു. യോന തകർന്നു വീഴുവാൻ പോകുന്നു എന്ന് ആമേൻ അതെ നോഹി ആമേൻ അതെ യോന അതെ നിനവയ്ക്ക് ഹല്ലേലൂയ ആമേൻ അതെ എതിരെ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ പിറുപിറുക്കുകയല്ല ചെയ്തത്. ആ പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെട്ടു, അവർ അനുദപിച്ചു, അവർ കുഞ്ഞുകുട്ടികൾ ആവാലവൃത്തം ഉപവസിച്ചു. അവിടുത്തെ രാജാവ് ഉൾപ്പെടെ ദൈവസന്നിധിയിൽ സ്ഥാനപ്പെട്ടു. ആ ദേശത്ത് ദൈവം വരുത്തുമെന്ന് വെച്ച അനർത്ഥം ദൈവം വരുത്തിയില്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വരുമെന്ന് പറയുന്ന അനർത്ഥം ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ സംഭവിക്കുമെന്ന് പറയുന്ന അനർത്ഥം, നിന്റെ രാജ്യത്ത് സംഭവിക്കുമെന്ന് പറയുന്ന
അനർത്ഥം വരാതിരിക്കണമെങ്കിൽ, അനർത്ഥത്തിനകത്ത് നീ അകപ്പെട്ട് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി യഥാർത്ഥമായി നീ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായ അനർത്ഥത്തിനകത്ത് നിന്ന് നീക്കുപോക്ക് നൽകുവാൻ ദൈവം ശക്തി. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇന്ന് രാത്രി അനർത്ഥത്തിനകത്ത് നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഉലകത്തിൽ ഒരുവനുണ്ടെങ്കിൽ അത് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം ഉയർത്തിയ നാമമാണ് യേശു എന്ന നാമം. ആ നാമത്തിനല്ലാതെ നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ശാസ്ത്രമാരിലും പരീക്ഷന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരിയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാൾ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതെ ശലോമോനിലും വലിയവൻ. ഹല്ലേലൂയ. തെക്കേരാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതുകളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, യോനയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, മോശയിലും വലിയവൻ, ഏലിയാവിലും വലിയവൻ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനേക്കാൾ വലിയവൻ, പത്രോസിനേക്കാൾ വലിയവൻ, എന്നേക്കാൾ വലിയവൻ, നിങ്ങളെക്കാൾ വലിയവൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി നിന്റെ പാപത്തെ ക്ഷമിച്ച് നിന്നോട് കരുണ കാണിക്കുവാൻ ശക്തനായി ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ പാപത്തെ കുറിച്ചുള്ള ശത്രുവിന്റെ തന്ത്രം തിരിച്ചറിയുവാനും അത് ഒഴിവാക്കുവാനും ദൈവ മക്കൾ ശാന്തനും ജാഗരൂകരുമായിരിക്കണം. നമ്മുടെ അഴിമതി നിറഞ്ഞ ആ തലമുറയിൽ കുറ്റമറ്റതും നിരപരാധിയുമായിരിക്കുവാൻ നാം ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അതാണ് നാം വായിച്ച പ്രാരംഭ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 2 കാര്യങ്ങളെ പ്രാരംഭ തിരുവെഴുത്ത് എടുത്തു കാണിക്കുന്നു. 1 പിറുപിറുപ്പ്, 2 തർക്കം. വീട്ടിൽ പിറുപിറുക്കുന്ന തലമുറകൾ ഉണ്ടോ? വീട്ടിൽ പിറുപിറുക്കുന്ന ഭാര്യമാരുണ്ടോ? വീട്ടിൽ പിറുപിറുക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? പിറുപിറുക്കല് ഭർത്താക്കന്മാർക്ക് കുറവാണ്, പിറുപിറുക്കുന്നത് ഭാര്യമാരും മക്കളോ. പക്ഷെ തർക്കിക്കുന്ന സ്വഭാവം ആർക്കുണ്ട്? ഭർത്താവിനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പിറുപിറുപ്പ് നിന്റെ വീട്ടിലുണ്ടോ? തർക്കം നിന്റെ വീട്ടിലുണ്ടോ? നാശം നിന്റെ കുടുംബത്തിൽ വന്ന് ഭവിക്കും. നിന്റെ രാജ്യത്ത് പിറുപിറുക്കുന്നവരുണ്ടോ? നിന്റെ രാജ്യത്ത് തകർക്കുന്നവരുണ്ടോ? തർക്കിക്കുന്നവരുണ്ടോ? താമസം നിന്റെ കുടുംബം തകർന്നു പോകും, നിന്റെ രാജ്യം തകർന്നു പോകും, നിന്റെ വില്ലേജ് തകർന്നു പോകും, നിന്റെ പഞ്ചായത്ത് തകർന്നു പോകും, നിന്റെ ഗ്രാമം തകർന്നു പോകും. എന്നാൽ ഗ്രാമമായാലും പഞ്ചായത്തായാലും വില്ലേജ് ആയാലും കോർപ്പറേഷൻ ആയാലും തകരാതെ കണ്ട് നിൽക്കണമെങ്കിൽ എല്ലാ പിറുപിറുപ്പും നിർത്തണം, എല്ലാ തർക്കവും നിർത്തണം, എല്ലാ വാദവും ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ അതെ ചെയ്യരുതാത്ത 2 കാര്യങ്ങൾ അവർ ചെയ്തതായി സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എതിർപ്പ് കാണിക്കാൻ എന്ത് ചെയ്യാണ്? പിറുപിറുക്കുകയാണ്. ഞങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്നുവെന്ന് തോന്നുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കുവാൻ തർക്കിക്കുകയോ വാദിക്കുകയോ ചെയ്യുന്നു. ഹല്ലേലൂയ. പിറുപിറുക്കലിന് തർക്കത്തിനും ഇസ്രായേൽ മക്കൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് സത്യവേദ പുസ്തകം വളരെ ശക്തമായി നമ്മെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. അത് ദൈവ ക്രോധത്തെ പുനർജീവിപ്പിക്കുകയും അവനവരെ ശിക്ഷിക്കുകയും തക്കവണ്ണം ഇടയാകുന്ന അവസരം ഇസ്രായേൽ എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് ചെയ്യുകയാണ്, ഉണ്ടാക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ അതിനൊരു അവസരം നാമായിട്ടുണ്ടാക്കരുത്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവിടെ മിസ്രയീം ദേശത്ത് വെച്ച് അതെ അവരോട് മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു
ചില ഭാര്യമാര് പറയാറില്ലേ, ചില ഭർത്താക്കന്മാര് പറയാറില്ലേ, ചില മക്കൾ പറയാറില്ലേ, ചില നേതാക്കന്മാര് പറയാറില്ലേ. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുന്നത് കേൾക്കുന്നില്ലേ? പിറ്റേന്ന് ഇസ്രായേൽ മക്കളുടെ സഭയല്ല, മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്ത് നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ മോശയ്ക്കും അഹരോനും വിരോധമായി സഭ കൂടിയപ്പോ അവർ സമഗമന കൂടാരത്തിന്റെ നേരെ നോക്കി. മേഘം അതിനെ മൂടി, യഹോവയുടെ തേജസ്സും പ്രത്യക്ഷമായിരിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ മോശയും അഹരോനും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ ചെന്ന് മോശ യഹോവയോട്, ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുവി, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവർ കവണ്ണു വീണു. മോശ അഹരോനോട്, നീ ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവും ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യത്തിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, ബാധ ആരെക്കൊണ്ടും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ മക്കളെ ബാധിച്ചു. ബാധ ദൈവമക്കളെ ആരെക്കൊണ്ടും നീക്കാൻ പറ്റാത്ത നിലയിൽ ദൈവമക്കളുടെ ഇടയിൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ബാധ നീങ്ങാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചത് കൊണ്ടോ ഉപവസിച്ചത് കൊണ്ടോ ആമേൻ മനസ്സിന് മാറ്റം വരുത്തണം, മനസ്സാന്തരപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. അതേ ശീമോൻ, അതേ ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടിട്ട് അവൻ കൊണപ്പെട്ടില്ല, അവൻ മാനസാന്തരപ്പെട്ടില്ല എന്ന് പത്രോസ് മുഖത്ത് നോക്കി പറയുവാൻ കാരണമായത് എന്താണെന്നറിയാമോ? പണമുള്ളവൻ പണം കൊണ്ട് എല്ലാം വെട്ടിപ്പിടിച്ച് നേതാവാകാമെന്ന്, അഭിഷേകമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പണം കൊണ്ട് കളിക്കുമ്പോൾ പണമുള്ളവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത് പണമുള്ളവന് കിട്ടുന്ന കാര്യമല്ല. പണത്തിനെതിരല്ല കേട്ടോ. ഹല്ലേലൂയ. പണം വേണം, എന്നാൽ ആത്മീയ ശുശ്രൂഷ പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലെന്ന്. അതുകൊണ്ട് കാശ് കൊടുത്ത് ആമേൻ മത്സരിച്ച് നേതാവാകാൻ നോക്കരുതേ. ഹല്ലേലൂയ. മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്കോടി. ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. ഹല്ലേലൂയ. അപ്പോ ആമേൻ. അഭിഷക്തന്മാരെ പണം കൊണ്ട് നേതാവായാലൊന്നും ബാധ നിൽക്കത്തില്ല, ജനം തകർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം നിൽക്കേണ്ടവർ നിൽക്കുവാൻ യഥാസ്ഥാനപ്പെട്ടില്ലെങ്കിൽ ബാധ അനേകരെ തകർത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിറുപിറുക്കുന്നതും വാദിക്കുന്നതും വിശ്വാസത്തിന്റെ അഭാവം കാണിക്കുന്നതിനാൽ അവനവരെ ശിക്ഷിച്ചു. ആമേൻ. നാം സേവിക്കുന്ന ദൈവം വിശ്വാസത്തിന് പ്രതിഫലം നൽകുന്ന ദൈവമാണ്. അതിനാൽ നാം അവരോടൊപ്പം, ഹല്ലേലൂയ, ആമേൻ, അതെ, അവനോടൊപ്പം വിശ്വാസത്തോടെ നടക്കുമ്പോൾ ആമേൻ അവൻ നമ്മിൽ പ്രസാദിക്കുവാൻ തക്കവണ്ണമിടയായി. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇന്ന് രാത്രി ഈ തലമുറയുടെ നടുവിൽ വിശ്വാസത്തോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു, അവന്റെ വചനം ആമേൻ അതെ വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്നവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് ദൈവരക്ഷയ്ക്കായി ദൈവശക്തിയായി ആകുന്നുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുത്തി നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഈ കാര്യം റോമിലായിരിക്കുന്ന ദൈവമക്കൾ വിശ്വാസ ജീവിതത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ അവരുടെ പാരമ്പര്യങ്ങളെ എല്ലാം അവസാനിപ്പിച്ച് അവർ ആ ന്യായപ്രമാണം വായിച്ചകത്ത് വെച്ചിരിക്കുന്ന ആ പാരമ്പര്യ പ്രമാണങ്ങളെല്ലാം അവസാനിപ്പിച്ച്, ഹല്ലേലൂയ, ആമേൻ, റോമക്കാരിലെ ആമേൻ ഒരു പ്രധാന വിഷയമായിരുന്നു നീതി എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ ആമേൻ 39 തവണ ഈ വിഷയത്തെ കുറിച്ച് ആഴമായി പഠിപ്പിക്കുവാൻ ദൈവം ആമേൻ പരിശുദ്ധാത്മാവിലൂടെ ആമേൻ അവരോട് സംസാരിക്കാനിടയായി. ഹല്ലേലൂയ. 3-ാം അധ്യായം
അതിന്റെ 28 വാക്യത്തിൽ അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് ആമേൻ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടാതെ കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിൽ അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഹല്ലേലൂയ. രക്ഷ വിശ്വാസത്തിലൂടെയാണെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുമ്പോൾ അവൻ മാനസാന്തരത്തെ എന്ത് ചെയ്യുന്നില്ല? ഒഴിവാക്കുന്നില്ല. ആമേൻ. മാനസാന്തരം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. 2-ാമധ്യായം 4-5 വാക്യങ്ങളിലൂടെ അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം എന്ത് ചെയ്യുന്നു? ചരതിച്ചു വെക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി തർക്കവും വാദവും ഒഴിവാക്കിക്കൊണ്ട് ഈർഷ്യവും പിണക്കവും അത് നീക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ ഹല്ലേലൂയ അതെ യോഹന്നാൻ സ്നാപകൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പ് മരുഭൂമിയിൽ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വരുന്നവന് അത് യോഹന്നാൻ ഹല്ലേലൂയ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ എല്ലാവരും മാനസാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. എന്നാൽ ആ മാനസാന്തര പ്രസംഗം നടത്തിയ സ്തെഫാനോസിന്റെ തല അതെ ഛേദിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 1-ാം 15-ാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്താണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞു. അങ്ങനെ യേശു കർത്താവ് ഗലീലക്കടലിൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് പ്രസംഗിച്ച പ്രസംഗം കേട്ട് മുക്കുവനായ പത്രോസ് രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവസഭയുടെ അംഗമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അല്ലല്ല മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അല്ല, ശീലോവിലെ ആ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും, ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ടിട്ടും രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം ഏൽക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, വരും ദിവസങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്നെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം. ഈ തലമുറയുടെ നടുവിൽ ആമേൻ ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. മാനസാന്തരമില്ലാതെ യഥാർത്ഥ വിശ്വാസം അസാധ്യമാണ്. അതിനാൽ ദൈവത്തിന്റെ നന്മ മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തലമുറയുടെ നടുവിൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുന്നതോടൊപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് ഷെയർ ചെയ്യാൻ തയ്യാറാകണം. ആമേൻ. ഈ വക്രതയുള്ള, ഈ കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ഈഴ്ചയുള്ള, ആമേൻ, പിണക്കമുള്ള, വൈരാഗ്യമുള്ള ചന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ ആക്കി വെച്ചിരിക്കുന്ന നാഥന്റെ ആമേൻ വചനം ആമേൻ കേട്ട് അനേകര് മാനസാന്തരപ്പെടുവാൻ ഇടയാകേണ്ടതിനായി നിങ്ങൾ ഈ കൂട്ടായ്മയോട് ആമേൻ കൂറുള്ളവരാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നിമിത്തം ചിലർ മാനസാന്തരപ്പെട്ട് നിത്യരാജ്യത്തിന്റെ അവകാശിയാകുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം
പ്രതിഫലമുണ്ടാകും. ഇവിടെയും നിങ്ങൾക്ക് ഈ ജഡത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. ഹല്ലേലൂയ. വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. അനുതാപം വിശ്വാസത്തിന് മുമ്പുള്ളതാണ്. എന്നാൽ അതിനോട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അതിനെ വിശ്വാസത്തിന്റെ ആദ്യപടി എന്ന് വിളിക്കാം. ഹല്ലേലൂയ. അത് വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെ ഭാഗമാണ്. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, വിശ്വാസത്തിന് ഹല്ലേലൂയ ആമേൻ അർഹതയുണ്ടെന്ന് ആമേൻ അതെ ഒരു വ്യക്തിയെ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ തോന്നിപ്പിക്കണമെങ്കിൽ ഹല്ലേലൂയ അവർ വിശ്വസിക്കുവാൻ ഉതകണ്ട ദൈവവചനം അവർ കേൾക്കണ്ടേ. ഹല്ലേലൂയ. സ്നേഹിത, നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം നിന്റെ കൂടപ്പുറപ്പിനെ കൂടെ കേൾപ്പിക്കാനാണ് ഇതൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് പറഞ്ഞത്. അല്ലാതെ ഇതിലൂടെ നേട്ടം മറ്റൊന്നുമില്ല. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വെളിപ്പെടുത്തലിന് പുറമെ ഈ നീതിയെക്കുറിച്ചുള്ള സത്യം ആമേൻ മനുഷ്യർക്ക് അറിയാൻ പിന്നെ എങ്ങനെ കഴിയും? ദൈവം വെളിപ്പെടുത്തണ്ടേ. ഹല്ലേലൂയ. എഴുതിയിരിക്കുന്നത് പോലെ നീതിയെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ചുള്ള ആ പഠിപ്പിക്കൽ ആമേൻ പഴയ നിയമത്തിന് അനുസൃതമാണെന്ന് ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അതെ കാണിക്കുകയാ, രേഖപ്പെടുത്തുകയാ. ആമേൻ. അതെ, ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യം. ആമേൻ. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അപ്പൊ അവിടെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ നീതീകരിക്കപ്പെടാത്തവര്, വിശ്വാസമില്ലാത്തവര്, അവരുടെ ഹൃദയം എങ്ങനെയാ? അവന്റെ മനസ്സ് അവനിൽ തന്നെ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. അപ്പൊ ഇന്നേ കാലത്ത് അവനിൽ തന്നെ മനസ്സ് വെച്ച് അഹങ്കരിച്ച് ഈ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത, അനുസരിക്കാത്ത ആളുകളില്ലേ? ആമേൻ. അവരുടെ ഹൃദയം നേരുള്ളതല്ല. എന്നാൽ ഹല്ലേലൂയ നീതിമാനോ വിശ്വാസത്താൽ എന്ത് ചെയ്യും? ജീവിച്ചിരിക്കും. ആമേൻ. പാപം ചെയ്ത് എല്ലാവരും ദൈവതേജസ്സ് നഷ്ടപ്പെട്ട് കൊള്ളരുതാത്തവരായി എല്ലാവരും പാപികളായി തീർന്നു. ആ പാപിയെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ് നീതിമാന്മാർ. വിശ്വസിച്ചാൽ മാത്രം പോരാ, അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ. ഹല്ലേലൂയ. അല്ലാത്തവര് നീതിമാന്മാരല്ല. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുകയല്ല, സത്യവേദ പുസ്തകം സത്യം ആമേൻ ആത്മാവിനാൽ എഴുതി വെച്ചിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇവിടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വിശ്വാസത്താൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. ഇബ്രായലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വികലമായ തലമുറയുള്ള നമ്മുടെ വിശ്വാസത്തെ ഹല്ലേലൂയ വിട്ടുവീഴ്ച ചെയ്യാതെ നീതിയിൽ പ്രകാശിക്കുക, കർത്താവിന്റെ ആമേൻ വചനത്തിൽ ആശ്രയിക്കുക. ആമേൻ. അതെ, അനേകരോട് ഈ സത്യം പങ്കുവെക്കുക. ഹല്ലേലൂയ. അതെ, കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുക. ഹല്ലേലൂയ. അനേകരെ ഈ സത്യവചനം ആമേൻ പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. ഈ ഇരുൾ നിറഞ്ഞ ലോകത്ത് കാപട്യമുള്ള, ദുഷ്ടതയുള്ള, ഈർച്ചയുള്ള, പകയുള്ള, പിണക്കമുള്ള ഈ ലോകത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ, തണ്ടിമേലിരിക്കുന്ന വിളക്ക് പോലെ ആമേൻ കത്തുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ നമുക്ക് ഘോഷിക്കാം. അവൻ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുന്നല്ലോ, വിശുദ്ധ വംശമാക്കി തീർത്തിരിക്കുന്നല്ലോ, സ്വന്തം ജനമാക്കിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വമുണ്ട്. ഈ ലോകത്ത് ഞാൻ നിങ്ങൾ തകർന്നു പോകുവാൻ സാധ്യതയുള്ള ലോകത്ത് അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം പിടിച്ച് അനേകരെ മത്സരിച്ച് നേതാക്കന്മാരാകുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദേവാതിദേവന്
അത്ഭുത മന്ത്രി, യുദ്ധവീരനും, സമാധാന പ്രഭുവായ കർത്താവ് വരാൻ സമയമാഗതമായി. എല്ലാ കണ്ണുകളും അടച്ചാൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ. അതേ വലിയേറിയവനും സ്നേഹനിധിയും സർവശക്തനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, എല്ലാ പിറുപിറുക്കും, എല്ലാ തർക്കവും, എല്ലാ വാദവും അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനം പഠിച്ച് കർത്താവേ, അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ട് നിത്യജീവിതത്തിന് അവകാശിയായി, നിത്യരാജ്യത്തിന്റെ അവകാശിയായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷത്തിൽ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ഇന്ന് രാത്രി കേൾപ്പിച്ച വചന നിമിത്തം ഉത്ബോധം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് മുമ്പ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ, അവിടുത്തെ ആത്മാവിന്റെ ശക്തിക്കായി, അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകത്തിനായി ഇന്ന് രാത്രി സമർപ്പിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുത്തെ ആത്മാവിനാൽ നിറച്ചുകൊള്ളണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം നിരന്തരം വിശ്വസിച്ചുകൊണ്ട്, വായിച്ചുകൊണ്ട്, ഗ്രഹിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് വിടുതലായി മാറുവാൻ കർത്താവ് കൃപ ചെയ്താൽ ഇന്ന് രാത്രി എല്ലാ ഭാരങ്ങളും, എല്ലാ വേദനകളും, എല്ലാ ആകുലതകളും ചില കുടുംബങ്ങളിൽ നിന്ന്, ചില ഹൃദയങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സമാധാനം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സന്തോഷം പ്രാപിക്കട്ടെ. ആമേൻ. മറ്റുള്ളവർക്ക് ആശ്വാസവും മാതൃകയുമായി ജീവിക്കുവാൻ കൃപ നൽകിയാൽ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുത്രനായ യേശുവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ, ആമേൻ. വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിനാൽ എല്ലാ പുരവെറുപ്പും വാദവും കൂടാതെ ജീവിക്കും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പിറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം അറിയിക്കുവാനുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.